തൊട്ടപ്പുറത്ത് അറബിക്കടലാണ്. അത് ഒരു മഹാസാഗരമാണ്. ഇനിയിപ്പോൾ മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ഇവിടെ ഒരു ജനസാഗരമായിട്ട് മാറും. അതാണ് ഫോർട്ട് കൊച്ചിയുടെ പുതുവർഷ ആഘോഷത്തിന്റെ ആ ഒരു തിമിർപ്പ്. പുതുവർഷം ആഘോഷിക്കാൻ വേണ്ടി പുറത്തു നിന്നൊക്കെ ഒരുപാട് പേർ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഫോർട്ട് കൊച്ചിക്കാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്ന് കണ്ട് ആ പപ്പാഞ്ഞിയെ കണ്ട് മടങ്ങിപ്പോകുന്നു. മറ്റുള്ളവർ ഇവിടെ വന്ന് ആ പപ്പാഞ്ഞിയെ കത്തി അമർന്ന ശേഷം പുതുവർഷത്തിൻ്റെ പുത്തൻ പ്രതീക്ഷകളുമായിട്ട് അവർ മടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ വർഷം, അതായത് ഈ ഒരു വർഷക്കാലം എന്തൊക്കെയാണോ ഉണ്ടായിരുന്ന സങ്കടങ്ങളെല്ലാം ഇവിടെ അലിയിച്ച് കളഞ്ഞ് ഒരു പുതുവർഷത്തിൻ്റെ പുത്തൻ പ്രതീക്ഷകളുമായിട്ടാണ് അവർ ഇവിടെ നിന്ന് മടങ്ങുക. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഫോർട്ട് കൊച്ചിയിൽ വന്ന് നിന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒരു അല്പസമയം കൂടി കഴിയുമ്പോൾ, ഈ നേരമൊന്ന് ഇരുട്ടിക്കഴിയുമ്പോൾ ഇവിടെ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങും. പിന്നീട് വലിയ വർണ്ണാഭമായ രീതിയിലുള്ള പാട്ടും കാര്യങ്ങളുമൊക്കെയാണ്. അവിടെ ഒരു കൂട്ടായ രീതിയിലുള്ളൊരു ഉത്സവമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തൊട്ടപ്പുറത്ത് കാണാം ഭീമാകാരമായ പപ്പാഞ്ഞി. ഏകദേശം 50 അടി ഉയരത്തിലാണ് ഇക്കുറി കൊച്ചിൻ കാർണിവൽ ഈ പപ്പാഞ്ഞിയെ ഒരുക്കിയിരിക്കുന്നത്. അത് കാണുവാനും അത് കണ്ട് ഫോട്ടോ എടുത്ത് മടങ്ങുവാനും ഒക്കെയുള്ള ആളുകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് പേർ ഇവിടെ വന്ന് പപ്പാഞ്ഞിയുടെ ഫോട്ടോ എടുത്ത് മടങ്ങുന്നു, പപ്പാഞ്ഞിക്കൊപ്പം സെൽഫി എടുക്കുന്നു. ആ കാഴ്ചകൾ തന്നെ കാണാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേർ നിൽപ്പുണ്ട്. എന്തായാലും അത്തരം കാഴ്ചകൾ ഇപ്പോൾ നടക്കുന്നു. അതിനുശേഷം പിന്നീട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാകട്ടെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ ഈ പാട്ടുകൾക്കൊപ്പം ചുവട് വയ്ക്കുന്ന കാഴ്ചകളാണ്. അത് കുടുംബമായിട്ടും മറ്റുമൊക്കെ ഇവിടെ എത്തുന്ന ഒരുപാട് പേർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? തൊട്ടപ്പുറത്താണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത് കർഷങ്ങളായിട്ടുള്ള ഒരു ആഘോഷമാണ്. എപ്പോഴും മണ്ണല്ല, കൊല്ലം മണ്ണാണ്. അപ്പൊ പിള്ളേരായിട്ട് ഇത് ലാസ്റ്റ് ഇനി വണ്ടി കടത്തിയിടൂല. അതുകൊണ്ട് നേരത്തെ തന്നെ വന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞ് വന്നാണ്. അപ്പൊ എങ്ങനെ ന്യൂ ഇയർ ആഘോഷം എവിടെ? ന്യൂ ഇയർ ആഘോഷം ഞങ്ങൾ വീടിന്റെ അവിടെ തന്നെ. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് ഇന്നത്തെ ദിവസം പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങളോട് വിട്ടുകൊടുക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ എല്ലാ ഫാമിലി ആയിട്ട് വരാറില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു പോകണ പണിയായിരിക്കും. അതുകൊണ്ട് വരാറില്ല. ഞങ്ങളിവിടെ എങ്ങനെയുണ്ട് മോനെ? പപ്പാഞ്ഞിയൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അതായത് നേരത്തെ തന്നെ ഇവിടെ എത്തി ഒരുപാട് പേരുണ്ട്. അതായത് കുടുംബമായിട്ടൊക്കെ ഇവിടെ എത്തി ഈ കാഴ്ചകളെ കാണുന്നു. അമ്മയുടെ പേരെന്താ? നമ്മുടെ ഒരു പുഷ്പ. എങ്ങനെയുണ്ട് പപ്പാഞ്ഞി? എങ്ങനെയുണ്ട് പപ്പാഞ്ഞി? പക്ഷെ മുഖത്തിന് ഒരു ഇത്തിക്ക് വെട്ടക്കുറവുണ്ട്. മുഖം അത്ര ക്ലിയർ ആയിട്ടില്ല. ഇവിടെ തന്നെയല്ലേ വീട്? അതെ, ഇവിടെ തന്നെ. ഇപ്പൊ കണ്ടിട്ടങ്ങ് മടങ്ങുമോ? ഇപ്പൊ തന്നെ പോകും. ഞങ്ങൾ ഇവിടെ വെളിയിലാണ്. ന്യൂ ഇയർ ആഘോഷം എങ്ങനെ ഇപ്രാവശ്യം? തരക്കേടില്ല, സൂപ്പറായിട്ട് ആഘോഷിക്കുന്നുണ്ട്. എല്ലാരും വന്നോ? വീട്ടിലെല്ലാരും വന്നോ? എന്റെ മക്കളാണിത്, പേരക്കുട്ടികളും മക്കളും. എങ്ങനെയുണ്ട് ന്യൂ ഇയർ ആഘോഷം? എങ്ങനെയുണ്ട്? അമ്മയുടെ കൂടെ ഒരുമിച്ച് ആഘോഷിക്കാൻ? ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കണം. എങ്ങനെയുണ്ട് ന്യൂ ഇയർ ആഘോഷം? സൂപ്പർ. പപ്പാഞ്ഞി എങ്ങനെയുണ്ട്? മുത്തശ്ശി പറയണ പപ്പാഞ്ഞി ഒരു തെളിച്ചയില്ലെന്നാണ് മുഖത്തിന്. ആണോ? അത്ര ഭംഗി ക്ലിയർ ഇതില്ല. ആണോ? എപ്പോഴും നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഇന്നത്തെ അത്ര തോന്നണില്ല. അതിന്റെ ഒരു സങ്കടമുണ്ട്. എന്തായാലും സാരമില്ല, ഇതിപ്പോ ഇനിയിപ്പോ കത്തിച്ചു കളയാനുള്ള അപ്പൊ ഒരു പുതിയൊരു വർഷമല്ലേ. പുതുവർഷത്തിന് എന്തൊക്കെയായിരിക്കും പ്രതീക്ഷകള്? നല്ല പ്രതീക്ഷകളൊക്കെ ഉണ്ട്. നന്നായിട്ട് എല്ലാവരും. കൂടി ഇല്ലേ? അതിനും പ്രശ്നമുണ്ടോ പോലും? ഹാപ്പി ന്യൂ ഇയർ. അത് തൊട്ടപ്പുറത്ത് അതായത് ഈ പപ്പാഞ്ഞി മോശമാണെങ്കിൽ തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലത്ത് നമ്മുടെ വെളി ഗ്രൗണ്ടിൽ അവിടെ ഞങ്ങൾ വന്നത്. അവിടെ എങ്ങനെയുണ്ട്? അവിടെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. നല്ല പപ്പാഞ്ഞി. പക്ഷേ അതായത് ഇവിടുത്തെ പപ്പാഞ്ഞിയുടെ മുഖത്തിനൊരു തെളിച്ചയില്ല. പക്ഷെ അപ്പുറത്തെ പപ്പാഞ്ഞിയുടെ എന്താ നല്ല ഭംഗിയുണ്ടെന്നാ പറയണത്. അപ്പൊ അങ്ങോട്ട് പോയി കണ്ടുവല്ലോ. അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. വീട്ടിൽ ആഘോഷിക്കാണ്. അതെ. ഓക്കെ, എങ്ങനെയുണ്ട് പുതുവത്സരാഘോഷമൊക്കെ? എങ്ങനെയുണ്ട്? നല്ല പരിപാടിയാണ്. നല്ല പരിപാടി. നിങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയാണ്? ഞങ്ങൾ ഇവിടെ തന്നെയുള്ള തോപ്പുംപടി. അപ്പൊ കാലങ്ങളായിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? കാലങ്ങളായിട്ട് ഓരോ വർഷവും പുതുതായിട്ടുള്ള പരിപാടികൾ കൂട്ടി വരണേണ്. ഇപ്രാവശ്യം 2 പപ്പാഞ്ഞിയുണ്ട്. 2 പപ്പാഞ്ഞിയുണ്ട്. രണ്ടും കത്തിക്കുന്നുണ്ട്. വെളി ഗ്രൗണ്ടിലുണ്ട്, പരേഡ് ഗ്രൗണ്ടിലുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ ആളുകൾക്ക് വന്നത് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്.